ഒരു ദിവസം തീരണമെങ്കിൽ എന്തിനൊക്കെ കാണണം. ഒരു 5 ഡേയ്ക്ക് ശേഷമാണ് ഞാൻ ഷോർട്സ് വീണ്ടും എഡിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു കേട്ടാ. അപ്പം ഈ ഒരു ഡേ എനിക്ക് ഒട്ടും വയ്യ. എന്റെ ഫേസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം. ഞാൻ അത്ര ഓക്കെ ഒന്നും അല്ല. എന്നെ ഓക്കെ ആക്കാൻ വേണ്ടി ഞാൻ കുളിക്കാന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ഈവനിങ് ആയപ്പോ. എന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും അപ്പൂപ്പനെയും അമ്മൂമ്മേനെയും എനിക്ക് കണ്ടു. അപ്പൊ അവരെയൊക്കെ കുറച്ച് നേരം ഇറിറ്റേറ്റ് ചെയ്തിട്ട് എന്റെ വീടിന്റെ ആ ഒരു വഴിയിൽ ഈ ഒരു ഫ്ലവർ ഇങ്ങനെ നിറയെ ഉണ്ടായി നിപ്പുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് അതിന്റെ വീഡിയോ എടുത്തോണ്ട് വന്നപ്പോ ഈ പെണ്ണുമ്പിള്ള അതിന്റെ ഇടയ്ക്ക് വെള്ളവും കൊണ്ട് വന്ന് വെള്ളം ഒഴിക്കാനെന്നും പറഞ്ഞു. അങ്ങനെ എന്റെ ദേഹത്ത് മൊത്തം വെള്ളമായി. പിന്നെ ഞാൻ കുളിക്കാൻ പോകുന്നോണ്ട് ഞാൻ പോട്ടേന്ന് വെച്ച് ക്ഷമിച്ച് ഞാൻ. പിന്നെ ഞാനിത് വീഡിയോ എടുത്തോണ്ട് വന്നപ്പോ അപ്പൂപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ ചെടിയുടെ ഫോട്ടോ പോയി എടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞു ഇങ്ങനെയല്ല എല്ലാം കാണുന്ന രീതിക്ക് എടുക്കണമെന്ന്. അങ്ങനെ അവിടെ കുനിഞ്ഞിരുന്ന് ആ ഫോട്ടോ എടുത്തിട്ട് നിവർന്നപ്പോഴത്തേക്കും എനിക്ക് തല കറങ്ങണുണ്ടായിരുന്നു. അതാണ് ഞാൻ തലയ്ക്ക് കയ്യും കൊടുത്തു വന്നത്. സോ ഫൈനലി ഇനി പോയി കുളിക്കാം. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വന്ന് ഞാൻ ഇങ്ങനെ കുളിക്കാൻ ഇറങ്ങി കറങ്ങി തിരിഞ്ഞ് നടക്കും. എപ്പോഴും എനിക്ക് കുളിച്ച് കയറി കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പാണ്. അപ്പൊ ഞാൻ കുറച്ച് ചിപ്സും മുറുക്കൊക്കെ എടുത്ത് ഞാനും ഈ പുറകിലിരിക്കുന്ന സാധനവും കൂടിയിട്ട് നമ്മൾ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അത് ഫുള്ള് തിന്ന് തീർത്ത്. പിന്നെ എനിക്കാണെങ്കിൽ ഒരു അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ഞാൻ എന്റെ മറ്റേ ഒരു സെൽഫി സ്റ്റിക്ക് ഫ്ലോപ്പ് ആയ എന്റെ വിഷമത്തിൽ ഞാൻ ഒരു ബ്ലൂടൂത്ത് ക്ലിക്കർ മാത്രം ഉള്ളത് ഓർഡർ ചെയ്തു. ഇത് ഞാൻ എന്തിനാണ് ഇപ്പൊ കണ്ണ് തള്ളണെന്ന് വെച്ചാൽ പുറത്ത് ഈ ഒരു മൂണിനെ കണ്ടിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു മൂണിനെ കാണാൻ. പിന്നെ ഞാൻ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തതാ എന്റെ മൈക്കൊക്കെ തിരിച്ചെടുത്ത് വെച്ച് ഇതാണ് ആ ഒരു സാധനം ബ്ലൂടൂത്ത് സ്പീക്കർ അടിപൊളിയാണ് കേട്ടോ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അത് കാണിക്കാൻ വേണ്ടി എന്റെ കസിൻസിന്റെ അടുത്തോട്ട് പോയി. എന്നിട്ട് ഞാൻ വീഡിയോ ഇങ്ങനെ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ച് ഓൺ ആക്കി ഓഫ് ആക്കി കാണിച്ചു കൊടുത്തു. പിന്നെ അവളാണെങ്കിൽ ഇവിടെ എന്തോ കാര്യമായിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ഏതോ ഒരു വീഡിയോ കണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളെ ഞാൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോയില്ല. ഈ പിക്സൽസ് ഫുള്ള് ചെയ്തേക്കണതാ ഇവളാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവള് പറയാൻ പറഞ്ഞു അവളും ഉണ്ടെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചെയ്തതാണ് കേട്ടോ അത്. പിന്നെ ഞാൻ അവർക്ക് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് കുറച്ചു നേരം പോയിട്ട് ഞാൻ വീണ്ടും തിരിച്ച് അവിടെ തന്നെ പോയി. എന്നിട്ട് അനുക്കുട്ടിയുടെ ഈ ഒരു ഡ്രോയിങ് ബുക്ക് ഒക്കെ എടുത്ത് അപ്പൊ അവൾ ഒരു എലിയെ വരച്ചു വെച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു റേറ്റ് ഒന്ന് എഴുതി വെച്ച് നന്നായെന്ന്. പിന്നെ ഞാൻ എന്താ കയ്യിൽ കുറച്ച് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് വീണ്ടും പുറത്തിറങ്ങി മൂണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പിന്നെ ഞാൻ കാലിൽ നെയിൽ പോളിഷ് ഇട്ടായിരുന്നു. അതുകൊണ്ട് കാലും കൈയൊക്കെ ഇങ്ങനെ കണ്ട് ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ വല്ലപ്പോഴേ നെയിൽ പോളിഷ് ഇടാറുള്ളൂ. അപ്പൊ എനിവേസ് അത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.